വർണ്ണങ്ങൾ അതല്ലെങ്കിൽ അക്ഷരങ്ങൾ ഇവ ശക്തിയുടെ അചിന്ത്യമായ സ്രോതസ്സുകളാണ്. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അക്ഷരങ്ങൾ തന്നെയാണ് ശബ്ദത്തിൻ്റെ രൂപത്തിൽ ആശയങ്ങളായി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതായത് ഇവിടെ ശക്തിയിൽ ക്ഷയം സംഭവിച്ചു, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് ചുരുക്കം. ഇതേ കാര്യം കൊണ്ട് തന്നെയാണ് പൂർവാചാര്യന്മാർ പ്രത്യേകിച്ച് നവരാത്രി കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ശക്തി സാധനയുടെ നവരാത്രി കാലഘട്ടങ്ങളിൽ ശക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇത് സംരക്ഷിച്ചിട്ട് നമുക്ക് മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള ജപധ്യാനങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് മൗനം ആചരിക്കുന്നതിന് വേണ്ടി നിഷ്കർഷിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തിയുടെ സ്രോതസ്സായിട്ടുള്ള ശബ്ദം അതെങ്ങനെ ഉണ്ടാകുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇതിന് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പാണിനി മഹർഷിയുടെ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ ആത്മാവാണ് ആദ്യം പ്രവർത്തിക്കുക. ഇതേ ആത്മാവ് ആദ്യം ജ്ഞാനവുമായിട്ട് സംയോജിച്ചിട്ട് മനസ്സിലേക്ക് ഒരു പ്രേരണ കൊടുക്കുകയാണ്. ഈ മനസ്സാണ് ശരീരത്തിനെ പ്രേരിപ്പിക്കുക. ശരീരം പ്രാണവായുവിനെ പ്രേരിപ്പിക്കുന്നു. ഈ പ്രാണവായുവാണ് കുണ്ഡലിനിയിൽ പോയിട്ട് ഒരു നാദരൂപത്തിൽ ആദ്യത്തെ ഒരു വിസ്ഫോടനം അവിടെ സംഭവിച്ചിട്ട് ശബ്ദം നാദം എന്നുള്ള രൂപത്തിൽ അവിടെ ഉത്പത്തി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇത് തന്നെ സംഗീതശാസ്ത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സംഗീത പ്രകരണം എന്നുള്ള അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവിടെ നാദസ്വരൂപത്തിലുള്ള ഈ പ്രാണവായു ആദ്യം നാഭി പ്രദേശത്തേക്ക് എത്തിയിട്ട് അവിടെ മന്ത്രസ്ഥായി ശബ്ദങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. അതായത് ഏറ്റവും ലോവർ ലെവൽ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഇതേ ശബ്ദത്തിനെയാണ് നമ്മൾ സാമാന്യമായിട്ട് ഗായത്രി ഛന്ദസ് എന്ന് പറയപ്പെടുക. തുടർന്ന് അത് വീണ്ടും മുകളിലേക്ക് എത്തിയിട്ട് കണ്ഠസ്ഥാനത്തേക്ക് എത്തുന്നു. കണ്ഠസ്ഥാനത്തിൽ മധ്യ ഫ്രീക്വൻസിയിലുള്ള ഏകദേശം മിഡിൽ ലെവൽ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളാണ് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിന് തുല്യമാണ് തൃഷ്ടുപ്പ് എന്നുള്ള ഛന്ദസ്. വീണ്ടും ഈ പ്രാണവായു, നാദസ്വരൂപത്തിലുള്ള പ്രാണവായു ശിരസിലാണ് തട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന താരസ്ഥായി ശബ്ദങ്ങളാണ്, അതായത് ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളാണ്. ഇതിനെയാണ് നമുക്ക് ജഗതി എന്നുള്ള ഛന്ദസ് കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുക. അപ്പോൾ ശബ്ദങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഓരോരോ ഛന്ദസ്സുകളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നുള്ളത് മന്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കറിയാൻ കഴിയുന്നൊരു വസ്തുത തന്നെയാണ്. ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ഊർജത്തിൻ്റെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ പല രൂപാന്തരത്വം കൊണ്ടാണ് ഒരു വാക്കുകൾ അല്ലെങ്കിൽ അക്ഷരങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ക്രോഡീകരിക്കുമ്പോഴാണ് അതൊരു വാക്കുകളായിട്ട് രൂപാന്തരപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാദം സഞ്ചരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഓരോ ഭാഗങ്ങളിൽ നാദം എത്തുമ്പോഴും അതിന് പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതായത് ആദ്യം നാദം ഉണ്ടാകുന്ന മൂലാധാരത്തിൽ അതിൻ്റെ പേര് പര എന്നും, തുടർന്ന് നാഭിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പേര് പശ്യന്തി എന്നും, ഏകദേശം ഹൃദയഭാഗത്തെത്തുമ്പോൾ മധ്യമ എന്നുള്ള പേരും, കണ്ഠത്തിലെത്തുമ്പോൾ വൈഖരി എന്നുമാണ്. അതായത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം എപ്പോഴും ഉണ്ടാകുന്നത് വൈഖരി എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴാണ്. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർവാചാര്യന്മാർ നമ്മളോട് നവരാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും മൗനം ആചരിച്ച് ആ ഊർജ്ജത്തെ സംരക്ഷിച്ച് നിർത്താനായിട്ട് പറയുന്നത്. അതായത് ഇതേ ഊർജ്ജത്തെ തന്നെ ഇച്ഛാ ജ്ഞാന ക്രിയാശക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് ആചാര്യന്മാരെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മാതൃകാവർണ്ണ സ്വരൂപിണിയായിട്ടുള്ള ആ ദേവി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.